7p/21 into 0.2p minus 89 is equal to എന്നാണ് ചോദ്യം. നമ്മൾ IBPS മെയിൻസ് എക്സാമുകൾക്ക് വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ അരിത്തമെറ്റിക് പ്രോബ്ലംസും ക്വാഡ്രാറ്റിക് വെച്ചിട്ടുള്ള കണ്ടീഷൻ തന്നിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ്, ഒരു 3 പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. മെയിൻസ് ആണ് കേട്ടോ, മെയിൻസ് ലെവലാണ്. അപ്പോൾ നമ്മൾ പ്രിലിംസ് ഒക്കെ പഠിച്ച് സെറ്റായിട്ട് മെയിൻസിലേക്ക് റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കാണ് ഇത് കണ്ടാൽ മനസ്സിലാവുള്ളൂ. ഇത് മെയിൻസ് ലെവൽ ആണെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. ഈ ലെവലായിരിക്കും നമുക്ക് മെയിൻസിലേക്ക് വരുമ്പോൾ ടഫ്നെസ് വരിക കേട്ടോ. ക്വസ്റ്റ്യൻസിന്റെ ഡയറക്റ്റ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ABC ഈസ് എ 3-digit നമ്പർ. ABC ഈസ് എ 3-digit നമ്പർ. അപ്പൊ എയുടെ അവിടെ ഒരു വാല്യൂ ഉണ്ടാവും, ബിയുടെ അവിടെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എത്രയാണ്? 212. A 2 ആണ് അല്ലെ. 213 എടുത്തോ. A 2 ആണ്, B 1 ആണ്, C 3 ആണ്. അങ്ങനെയാണ് കേട്ടോ. എ 3-digit നമ്പർ വെൻ ABC ഈസ് എ മൾട്ടിപ്പിൾ ബൈ എ സിംഗിൾ-digit നമ്പർ X. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തൊക്കെ വരാം? എക്സിന്റെ ആരൊക്കെ വരാം? 1 തൊട്ട് 9 വരെ ആര് വേണമെങ്കിൽ വരാം. Then the product is എത്രയാണ്? 2634 ആണ്. അപ്പൊ പ്രൊഡക്റ്റ് എത്രയാണ്? 2634. In that 3-digit number ABC, the digit at 10th place is equal to half of X ആണ്. അപ്പോ ഇവിടെ 10ന്റെ പ്ലേസിലുള്ളത് ഏതാ? ഞാൻ ഇവിടെ ABC എടുക്കുകയാണെങ്കിൽ ഇൻറ്റു എക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് 2634 കിട്ടുന്നത്. ഈ ബി എന്ന് പറഞ്ഞാൽ എന്താവണം എന്ന് പറഞ്ഞിട്ടുണ്ട്? എക്സിന്റെ പകുതി ആവണം എന്നും പറഞ്ഞിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ എന്താവണം എന്ന് പറഞ്ഞിട്ടുണ്ട്? എക്സിന്റെ പകുതി ആവണം എന്നും പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ആർ കറക്റ്റ് അബൌട്ട് ABC? യൂണിറ്റ് ഡിജിറ്റ് ഇൻ ABC ഈസ് 9. അതായത് സി എത്രയായിരിക്കണം? 9 ആയിരിക്കണം. ABC ഈസ് എ പ്രൈം നമ്പർ. സം ഓഫ് ഡിജിറ്റ് ഓഫ് ABC ഈസ് 16. എങ്ങനെയാ ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. 2634 ആണ്. 2634. അപ്പൊ നമുക്ക് 2634 ഞാനിവിടെ സ്ലൈഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. 2634 2 എന്തായാലും പോവും, ഒരു ഡൗട്ടും ഇല്ല. 3 പോവോ? ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി എത്രയാണ് വരിക? 8, 11, 15 ആണ് വരുന്നത് അല്ലേ. ഓക്കെ, പെർഫെക്റ്റ്. 3 പോകും. 4 പോവോ? അവസാനത്തെ 2 ഡിജിറ്റ് 34 4 പോകുന്നില്ല, 4 പോവില്ല. 5 പോവോ? 5 പോവില്ല. 6 പോവും. 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഈവൺ നമ്പർ ആണെങ്കിൽ 6 പോവും. 7 പോവോ? 7 പോവോ നോക്കിയേ. 21 നമ്മൾ ഇട്ടു. 53, 24. 7 പോവില്ല. 8 പോവോ? 63, 64. ഇപ്പൊ എത്രയാണ്? 56. 8 പോവില്ല. 9 പോവോ? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. എത്രയാ സമ്മ് കിട്ടിയ? 15. 9ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ 9ന്റെ മൾട്ടിപ്പിൾ ആവണം. അപ്പൊ 9 പോവില്ല. അപ്പൊ ഇതിൽ പോകുന്ന ആൾക്കാർ ഏതൊക്കെയാ? 2, 3, 6 ആണ്. എക്സ് വരാനായിട്ടുള്ള സാധ്യതയുള്ള ആൾക്കാർ ഇവിടെ ആരൊക്കെയാണ് മക്കളെ? 2, 3, 6. സെറ്റ് അല്ലേ? പക്ഷേ ഇതിനെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉണ്ടാവുന്ന കണ്ടീഷൻ എന്താ? 1, 3, 1, 3, പിന്നെ എത്രയാ? വീണ്ടും 1. ഇവിടെ എത്രയാ? ഇവിടെ 1 റിമൈൻഡർ വന്നു. എത്രയാണ്? 1317. 2634 ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1317 ആണ്. ഇവിടെ ഒരാളും കൂടി പൂട്ടോ. 1 പോവും. ഞാൻ എടുക്കാണ്ടിരുന്നതാ. കാരണം 3 ഡിജിറ്റ് ആവോ? 1 പോവും, 2 പോവും, 3 പോവും, 6 പോവും. അപ്പൊ ഇവര് 2 പേരും വരുമോ? വരില്ല. കാരണം എന്താ? നമുക്ക് 4 ഡിജിറ്റ് ആണ് കിട്ടുക. ഇനി 3ഉം 6ഉം ആണുള്ളത്. 3ഉം 6ഉം ആണ് ഉള്ളത്. പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താ? 3 വന്നു കഴിഞ്ഞാൽ ഇവിടെ 3/2 വരുമോ? 1.5 ആണ്. 1.5. 1.5 ബി വരുമോ? കാരണം എന്താ? അത് നമ്പേഴ്സ് ആണ്, ഫ്രാക്ഷൻ വരാൻ പാടില്ല. അപ്പൊ 3ഉം വരില്ല. അപ്പൊ നമുക്ക് എന്തെടുക്കാം? 3ഉം വരില്ല, 6 ആണ് വരിക. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര വരും? എക്സിന്റെ വാല്യൂ 6 ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി സി നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ്? 2634 ഡിവൈഡഡ് ബൈ എത്രയാ? 6. ഡിവൈഡഡ് ബൈ 6 ആണെങ്കിൽ എത്രയാ? 4. എത്ര വരും? 4, 2,
അപ്പൊ എത്രയാണ് വരിക നമുക്ക് 3 9 439 എ ബി സി വരെ എത്രയാണ് എ ബി സി നോക്കിയേ ബിയുടെ വാല്യൂ എക്സിന്റെ പകുതി 6/2 3 കിട്ടിയില്ലേ പക്കാ പെർഫെക്റ്റാ 439 ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എ ബി സി ഈസ് 9 ആണ് സം ഓഫ് ഡിജിറ്റ് ഓഫ് എ ബി സി എനിക്ക് 4 3 9 എത്ര കിട്ടി 4 + 3 7 + 9 16 കിട്ടി ഇനി അതിന്റെ നടുവിൽ ഒരാൾ കിടക്കുന്നുണ്ട് എ ബി സി ഈസ് എ പ്രൈം നമ്പർ എ ബി സി ഒരു പ്രൈം നമ്പർ ആണെന്ന് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ ഒന്നും ആ നമ്പർ മാത്രം എന്ത് വരണം ഫാക്ടേഴ്സ് വരണം പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ എങ്ങനെയാ ഇതിന് തൊട്ട് മേലെയുള്ള സ്ക്വയർ എത്രയാ 441ന്റെ റൂട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ 21 എത്രയാണ് വരിക 21 441ന്റെ റൂട്ട് 21 ഇതുവരെയുള്ള പ്രൈമിൽ ഏതെങ്കിലും ഒന്ന് ഇതിൽ പോവാൻ പറ്റുമോ നോക്കാം അതല്ലേ പ്രൈം ആണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാം നമ്മൾ എന്തായാലും 2 പോവില്ല 3 പോവോ 3 പോവില്ല 5 പോകുന്നില്ല 7 എടുത്തു 7 പോകുന്നില്ല 11 എടുത്തു 11 എടുക്കുകയാണെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കി എത്രയാ അതും പോകുന്നില്ല ഇല്ലല്ലോ 13 മൈനസ് അത് പോകുന്നില്ല 11 പോകുന്നില്ല 13 പോകുന്നുണ്ടോ 13ഉം പോകുന്നില്ല അതേപോലെ 17 ഇല്ല 19 ഇല്ല സോ ഇത് 439 എന്താണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പർ ആണ് 439 ഈസ് എ പ്രൈം നമ്പർ ഓൾസോ 439 ഒരു പ്രൈം നമ്പറുമാണ് നമുക്ക് എന്താണ് ഓൾ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് എന്നതിലേക്ക് നമുക്ക് ആൻസർ എത്തും എത്ര കണ്ടീഷൻസ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് 439 പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അറിയണം അല്ലേ പിന്നെ ഈ കണ്ടീഷൻസ് നോക്കി ചെയ്യണം വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല പക്ഷെ നമുക്ക് ഇതെല്ലാം അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു വട്ടം കൂടി ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്പുറത്തേക്ക് ഉണ്ട് അപ്പൊ എന്താണ് ആദ്യം തന്നിരിക്കുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുന്നുണ്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ് x-2 ഹോൾ സ്ക്വയർ സീക്വൽ ടു -3x² പ്ലസ് 2ന്റെ സ്ക്വയർ 4 ആണ് പ്ലസ് 25x മൈനസ് പി ഇതാണ് ആദ്യത്തെ വരുന്നത് ബി എന്ന് പറയുന്നത് ഇതിന്റെ മേലെ എഴുതുന്നുണ്ട് ബി എന്ന് പറയുന്നത് എത്രയാ 10y² മൈനസ് 3² പ്ലസ് 2/3 ഇൻറ്റു 3 പുറത്ത് കിടക്കുന്നുണ്ട് പ്ലസ് 10y ഈക്വൽ ടു 0 എന്നും ഓക്കെ ആ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഞാൻ എടുത്ത് എഴുതി ജസ്റ്റ് അങ്ങനെയാണെങ്കിൽ വൺ ഓഫ് ദ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ എ ഈസ് 5 ആണ് ആദ്യത്തെ ഇക്വേഷൻ എയുടെ ഒരു റൂട്ട് 5 അപ്പോൾ എ എക്സിന് എനിക്ക് 5 ഇട്ട് കൊടുക്കാം ഇവിടെ 5 - 2 എല്ലാം എഴുതണമെന്നില്ല 5 - 2 എത്രയാ 3ന്റെ സ്ക്വയർ 9 ആണ് 3ന്റെ സ്ക്വയർ 9 ആണ് ഇവിടെ ഒരു സ്ക്വയർ 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ മൈനസ് എത്ര വരും നമുക്ക് മൈനസ് എത്രയാ വരിക 3 × 25 75 ആണ് സ്റ്റെപ്പുകളെല്ലാം എഴുതണമെന്നൊന്നുമില്ല പ്ലസ് 4 പ്ലസ് എത്ര വരും 5 25 × 5 125 മൈനസ് പി നമ്മൾ അതേപോലെ എഴുതി എന്തെഴുതി മൈനസ് പി അതേപോലെ എഴുതി അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കിട്ടി 75 ന്ന് 125 കുറച്ചാൽ എത്രയാ 50 അല്ലെ 50 ആണ് വരിക 50 50ന്ന് ഒപ്പം 4 കൂട്ടി 54 50ന്റെ ഒപ്പം 4 കൂട്ടി 54 അപ്പൊ റീഅറേഞ്ച് ചെയ്യാം പി ഈസ് ഈക്വൽ ടു എന്ത് വന്നു 54 54 ഇങ്ങോട്ട് വരുമ്പോൾ -9 ആണ് ഇത് അങ്ങോട്ട് പോയി 9 അങ്ങോട്ട് പോയി അപ്പൊ എനിക്ക് പി കിട്ടി 45 എന്ന് കിട്ടി പി എത്ര കിട്ടി 45 എന്ന് കിട്ടി പി എത്ര കിട്ടി 45 എന്ന് കിട്ടി ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം എന്താണ് തന്നിരിക്കുന്നത് 7p/21 ഇൻറ്റു 7p/21 ഇൻറ്റു 0.2p - 89 is equal to എന്നാണ് ചോദ്യം ഓക്കെ അപ്പൊ നമുക്ക് ഇതില് നിങ്ങൾ എന്ത് ചെയ്യുക പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ നമുക്കിവിടെ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ ഇതെന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ എന്ത് ചെയ്യണം
എല്ലാവരും കമന്റ് ചെയ്യണം. ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിട്ടല്ലേ ഇത് മാറുന്നേ, ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് മാറുന്നത്. അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് ആൻസർ കമന്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, അതിനെ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ചെയ്തിട്ട് ആൻസർ എന്ത് ചെയ്യണം, എല്ലാവരും നിർബന്ധമായിട്ടും ആൻസർ കമന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? കമന്റ് ചെയ്യുക. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ എത്രയാണ്, 7 ഇൻറ്റു പി എത്രയാണ് വരിക, 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിവൈഡഡ് ബൈ എത്രയാണ്, 21 ഇൻറ്റു 0.2 ഇൻറ്റു 45 ആണ് പി മൈനസ് 89 എഴുതുക. 89 എഴുതുക. ഇനി നിങ്ങൾക്ക് ചെയ്തൂടെ? ഇനി എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നിസാരമായിട്ട് ചെയ്തെടുക്കുക. ആൻസർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ, ഏത് ഓപ്ഷൻ ആണെന്നുള്ളത് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ്, റൂട്ട്സ് ഓഫ് ഇക്വേഷൻ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബി ഇക്വേഷൻ ഏതായിരുന്നു വന്നിരുന്നത്, 10y² മൈനസ് 3y² പ്ലസ് 2/3 പിന്നെ എത്രയാണ്, ഇൻറ്റു 3 ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഇൻറ്റു 3 പ്ലസ് എത്രയായിരുന്നു, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, പ്ലസ് 10y ആണ്, പ്ലസ് 10y. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പ്ലസ് 10y ഈക്വൽ ടു 0 ആണ്. ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ ഇതിനൊന്ന് ഉഷാറാക്കി നല്ലൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റാം. 3 ഉള്ളിലേക്ക് കൊടുത്തോ. അപ്പൊ എത്ര കിട്ടി നമുക്ക്, 30y², 9y ആണ്. അപ്പൊ മൈനസ് 27y കട്ട് ചെയ്തിട്ട് പ്ലസ് 2 ആണ്, പ്ലസ് 10y ഈക്വൽ ടു 0. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി, 30y² മൈനസ് 17y പ്ലസ് 2 ഈക്വൽ ടു 0 ആണ്. അപ്പൊ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് അറിയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ y ഉണ്ട് കേട്ടോ, ഇവിടെ y ഉണ്ട്. 17y പ്ലസ് 2 ഈക്വൽ ടു 0 ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് 17 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 30 ആണ്. 2 പ്രൈം ആണ്, 2ഉം 1 അല്ലേ വരുള്ളൂ. ഓക്കെ, ഇനി അവിടെ എന്തൊക്കെ വരാം, 5 ഇവിടെ ഇട്ട് കൊടുത്തു ഞാൻ, ഇവിടെ 6 ഇട്ട് കൊടുത്തു. ക്രോസ് ചെയ്തേ, 12 പ്ലസ് 5 17 കിട്ടുന്നുണ്ട്. അപ്പൊ സൊല്യൂഷൻസ് എന്ത് വരും, 2/5 അതേപോലെ 1/6. അപ്പൊ വൈഡ് ആൻസേഴ്സ് എന്തൊക്കെ വന്നു നമുക്ക്, 2/5ഉം 1/6. 2/5ഉം 1/6. ഓപ്ഷൻ സി 2/5 ആൻഡ് 1/6 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? 2/5 ആൻഡ് 1/6 ആണ് ഇതിന്റെ ആൻസർ വരിക. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ക്വാഡ്രാറ്റിക് അല്ല, പവറിൽ വ്യത്യാസമുണ്ട്, റേസ് ടു 4 ആണ്. എങ്ങനെ ചെയ്യണേ നോക്കാം. 1 root is -10 where m and n are roots of the equations given below. അപ്പൊ ഇവിടെ m into n ഇത് നമുക്കറിയാം, y² മൈനസ് 11y പ്ലസ് 30 ആണ്. ഇത് സോൾവ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്താ, ആഡ് ചെയ്യുമ്പോൾ 11ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13 കിട്ടണം. മൈനസും പ്ലസും ആണ്, റൂട്ട് രണ്ടും പോസിറ്റീവ് ആയിരിക്കും. എത്രയാണ്, 5ഉം 6ഉം. വൈയുടെ വാല്യൂസ് 5ഉം 6ഉം ആണ്. സോ m into n നമുക്ക് എത്ര കിട്ടി, 30 എന്ന് കിട്ടി. m into n എത്ര കിട്ടി, 30. 1 root is -10 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു റൂട്ട് -10 ആ. ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ റൂട്ട് ഓഫ് എത്രയാണ്, റൂട്ട് ഓഫ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ റൂട്ട് ഓഫ് എത്രയാണ്, 4 എന്ന് പറഞ്ഞാൽ അത് സ്ക്വയർ ആയിട്ട് മാറും. റൂട്ട് ഓഫ് എത്രയാണ്, 4 അല്ലേ? അപ്പൊ അത് പുറത്തേക്ക് വരുമ്പോൾ സ്ക്വയർ. എക്സിന് ഞാൻ -10 ഇട്ട് കൊടുത്തു, പ്ലസ് 45 മൈനസ് എത്രയാണ്, 30 -30. അടുത്ത എത്രയാണ്, ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5x പ്ലസ് എത്രയാണ്, q ആണ്. 5x പ്ലസ് q ആണ്. അപ്പൊ ഇവിടെ എത്രയാണ് ആൻസർ വരിക, 5 ആണ് വരിക. എത്രയാണ് ആൻസർ വരിക നോക്കിയേ, ഇവിടെ ആൻസർ നോക്കിയേ നിങ്ങൾ, -10 ഉണ്ട് അല്ലേ, mn 30 ആണ്. mn എത്രയാണ്, 30 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര ആൻസർ വരുന്നത്, -10 പ്ലസ് 45, -10 പ്ലസ് 45 ആൻഡ് -30 ആണ്. ഇവിടെ നമുക്ക് ചെയ്യുന്നത് 5 into 6 എമ്മിന്റെ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് -10 ആണ്, പ്ലസ് 45. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി, 45 മൈനസ് 40, 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ എത്ര കിട്ടി നമുക്ക്, 5ന്റെ സ്ക്വയർ ആണ്. 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ -10 പ്ലസ് 45 -30 എന്ത് കിട്ടിയിട്ടുണ്ട്, ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് 5x പ്ലസ് q കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 5² ഇസ് ഈക്വൽ ടു എക്സിന് ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു, -10 കൊടുത്താൽ -50 പ്ലസ് q ആണ്. അങ്ങനെയാണെങ്കിൽ q എത്ര കിട്ടി, നമ്മൾ 25 പ്ലസ് 50. ക്യൂവിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 75 എന്ന് കിട്ടി. ക്യൂവിന്റെ വാല്യൂ 75 ആ. ക്വാണ്ടിറ്റി 1 എത്രയാ, q/50
3 ആണ്. ക്വാണ്ടിറ്റി 1 എത്രയാണ്? Q/3 ആണ്. Q/3 ആണ്. അപ്പൊ എത്ര കിട്ടി? 25ഉം ഇവിടെ എത്ര വരും? 75/4 ആണ്. അപ്പൊ അത് എന്തായാലും കുറവായിരിക്കും അല്ലെ? ക്വാണ്ടിറ്റി 1 ഗ്രേറ്റർ ദാൻ ക്വാണ്ടിറ്റി 2 ആ. ഇനി എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇത് Q/3ഉം Q/2² ആണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്യൂവിന് നെഗറ്റീവ് വാല്യൂ വരാം. മനസ്സിലായോ? നെഗറ്റീവ് വാല്യൂ വരാണെങ്കിൽ ഇതായിരിക്കും ചെറുത്, ഇതായിരിക്കും വലുത്. അതുകൊണ്ട് വാല്യൂ എന്തായാലും നിർബന്ധമായിട്ടും കണ്ടുപിടിച്ചേ പറ്റൂ. Q എത്രയാണ്? Q എത്രയാണ്? 75 ആ. വേണമെങ്കിൽ -75 വരാം. അത് നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. ഇവിടെ കിട്ടുന്ന വാല്യൂ ഇപ്പുറത്തേക്ക് പോകുമ്പോ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഇവിടെ കെടുക്കുന്ന വാല്യൂ എന്താ? ഇവിടെ കെടുക്കുന്ന വാല്യൂ സ്ക്വയർ ആണ് വരിക. എന്താണ് വരിക? അതാ നോക്കിയേ, ഇവിടെ സ്ക്വയർ ആണ്. അതെന്തായാലും പോസിറ്റീവ് ആണ്. ഇവിടെ 5x എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, അത് അങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ആവും. സോ ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാം ക്യൂവിന്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ്സ് എ പോസിറ്റീവ് വാല്യൂ. സോ നമ്മൾ ഇത് ചെയ്ത് നോക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി മാർക്ക് ചെയ്യാം. ഇത് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി മാർക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? അങ്ങനെയും ചെയ്യാം, അതല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളുടെ ഇതിവിടെ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് x -2² എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇവിടെ 5 × -10 എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവാ. അത് ഇപ്പുറത്തേക്ക് വന്നാൽ പോസിറ്റീവ് പ്ലസ് എന്താണ്? പോസിറ്റീവ് ആണ്. അതൊരു പോസിറ്റീവ് വാല്യൂ വരുള്ളൂ. അതാണ് ഞാൻ ആ പറഞ്ഞ കൺസെപ്റ്റ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി 1 ഗ്രേറ്റർ ദാൻ ക്വാണ്ടിറ്റി 2 എന്ന് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഒരു എളുപ്പപ്പണി പറഞ്ഞു തന്നതാണ്. ഇനി നമുക്ക് ഇതേപോലത്തെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മെയിൻസിലേക്ക് നിങ്ങൾക്ക് ചോദിക്കും. അതേപോലെ തന്നെ ടഫായിട്ടുള്ള കേസ്ലെറ്റ്സ്, കണ്ടീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഡാറ്റ സഫിഷ്യൻസി ക്വസ്റ്റ്യൻസ് ഇതെല്ലാം വരും. അപ്പൊ നിങ്ങൾ പ്രിലിമിനറി എക്സാം ഒക്കെ പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, മെയിൻസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻട്രിയിൽ മെയിൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള ബാച്ച് ഉണ്ട്. തളരരുത്, പതറരുത്. ഇനി മെയിൻസിനും എന്താവാം? മെയിൻ ആവാം. അപ്പൊ SBI IBPS PO ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകളും മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ഇന്റർവ്യൂ കോച്ചിങ്ങും ഡിസ്ക്രിപ്റ്റീവിന്റെ കോച്ചിങ്ങും പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെയിൻസിന്റെ ബാച്ച് നമുക്ക് റൺ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയാനും അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ എന്താണ് 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും കിട്ടും. അപ്പൊ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. അപ്പൊ മെയിൻസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ടിരുന്ന് പഠിക്കണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.